പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമിന്മാർ. മലബാരം ചാനലിലേക്ക് അവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിത് എല്ലാവരും കൂടി ഒളിമ്പ്യൻ സർക്കസ് കാണാൻ പോവുകയാണ് പാലക്കാട്. കുറേ ദിവസമായി വിചാരിക്കുന്നു, പറ്റിയില്ല, ഞങ്ങൾക്ക് സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല. കുട്ടികളും കുറേ ദിവസമായി പറയണം. അപ്പോൾ ഓണം വെക്കേഷൻ ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. സൺഡേ ആയതുകൊണ്ട് ഏട്ടനും ലീവാണ്. ഞങ്ങൾ വൈകുന്നേരമാണ് പോണത്. 7 മണിക്കാണ് ഷോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ 6:30 ആകുമ്പോൾ എത്തിയാൽ മതി. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതെല്ലാവരും വണ്ടിയിൽ കയറി. അപ്പോൾ ഒന്ന് രാവിലെ പറ്റില്ല, കാരണം അച്ഛന് നല്ല തിരക്കുണ്ടാവും അമ്പലത്തിൽ. അപ്പോൾ അതാണ് വൈകുന്നേരം പോണത്. രാവിലെ തന്നെയാണ് ഞങ്ങളിങ്ങനെ പോകാൻ തീരുമാനിച്ചതും. അപ്പോൾ ഇതാ ഞങ്ങളിനി വണ്ടിയിൽ കയറട്ടെ, അവിടെ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ പാലക്കാട് എത്തി. ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെയാണ് 6:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തി, പാലക്കാട് എത്തി. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം, അവിടെ തുറക്കണം. അപ്പോൾ തുറന്നാലേ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓൺലൈനാണ് ബുക്ക് ചെയ്തത്. ടിക്കറ്റ് രാവിലെ ബുക്ക് ചെയ്തു വൈകുന്നേരത്തെ ഷോയ്ക്ക്. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ മഴയില്ലായിരുന്നു. പക്ഷേ ഇത് തുടങ്ങി ഞങ്ങൾ ഉള്ളിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചെക്ക് ചെയ്തിട്ടേ വിടുള്ളൂ, നമ്മളെ ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ടേ വിടുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ ചെക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിനി ഉള്ളിലേക്ക് കയറട്ടെ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, ഫ്രണ്ട് സീറ്റ് തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ കിട്ടും. പക്ഷേ ഉണ്ണിയാണ് ഇപ്പോൾ കരയോന്ന് അറിയില്ല, ചെറുത്. അപ്പോൾ അവർ ഞങ്ങളുടെ ബാക്കിലിരുന്നു. അച്ഛനും കുഞ്ഞാവി അമ്മയും അച്ഛനും ഞങ്ങളുടെ ബാക്കിലിരുന്നു, ഞങ്ങൾ ഫ്രണ്ടിലിരുന്നു. ഇവർ പിന്നെ കരയില്ലല്ലോ, നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളിതാ കയറിയിരിക്കട്ടെ. അപ്പോൾ ഇവർ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഐസ്ക്രീം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വലിയ രണ്ടാൾക്കും പോപ്കോൺ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അവർക്ക് വിശക്കാണ്ടിരിക്കണമല്ലോ, അപ്പോൾ അതാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിയും വരെ അവരതിൽ പിടിച്ച് നിന്നോളും. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ തുടങ്ങുന്നതേ ഉള്ളൂ. അത്യാവശ്യം തിരക്കുണ്ട്, എന്നാലും കുറച്ചും കൂടെ സീറ്റുകൾ ഫില്ലാവാനുണ്ട്. അപ്പോൾ അത് ഉണ്ണിക്ക് ആ ഗ്യാപ്പിൽ അച്ഛനും കുഞ്ഞാവയും കഴിക്കാൻ കൊടുത്തിട്ട് അവർ വന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ആൾ ഹാപ്പി ആവും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തുടങ്ങി. പിന്നെ അവരുടെ ലൈറ്റ് ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് കണ്ണിലേക്ക് റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. ഉണ്ണി കുറച്ച് നേരം ഒന്ന് പേടിച്ചു, പിന്നെ ആൾ കൂളായി. അപ്പോൾ ഇതാ തുടങ്ങി. അപ്പോൾ അവർ അവരുടെ ടീംസ് എല്ലാവരും വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ പോയി. നമുക്കിനി കാണാം. അങ്ങനെ അവർ കുട്ടികളെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടി കുറച്ച് ഫണ്ണി ആയിട്ട് കുറേ ഇതൊക്കെ ചെയ്ത് ഗെയിമൊക്കെ ചെയ്തു. അപ്പോൾ അതാ കുറേ കുട്ടികൾ അതിൽ പങ്കെടുത്തു. നമ്മൾ ഉണ്ണിനെ വിളിച്ചു, പക്ഷെ ഉണ്ണിക്ക് ആദ്യം ഉണ്ണിനെ വിളിച്ചത്. അപ്പോൾ ഉണ്ണിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു.
സർക്കസ് കഴിയാറായി, ലാസ്റ്റത്തെയാണിത്. സമയം 9 അങ്ങനെ ലാസ്റ്റ് പെർഫോമൻസ് ആണിത്. ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കണ്ടു, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഫ്രണ്ടിലായതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്തു നിന്ന് കാണാൻ പറ്റി. അപ്പോൾ ഇതാ ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങട്ടെ. ഞങ്ങൾ വെളിയിൽ പാർക്കിങ്ങിലേക്ക് എത്തി. നോക്കുമ്പോൾ അച്ഛനെ കാണാനില്ല. അച്ഛനെ കുറേ പ്രാവശ്യം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ തിരഞ്ഞു. നോക്കിയപ്പോൾ അച്ഛൻ അവിടെ ഇതിൻ്റെ മാനേജറിൻ്റെ അടുത്ത് സംസാരിച്ചു. ഞങ്ങൾ ഇന്ന് അവിചാരിതമായി ഒളിമ്പ്യൻ സർക്കസ് കാണുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അസൽ വളരെ നമ്പർ 1 സർക്കസ്. എല്ലാവിധ കലാപരിപാടികളുമുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് അവൾക്ക് എന്തുകൊണ്ടും മൂല്യമാണ്. അതിനുള്ള എല്ലാവിധ അനുഭവങ്ങളും കാഴ്ചവെച്ച സർക്കാർ ആശംസകളും ഈ ഒളിമ്പ്യൻ സർക്കസിന് നേരുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി കടപ്പാടും അറിയിക്കട്ടെ. സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി, നമസ്കാരം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ NMR റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി പറഞ്ഞു. അച്ഛനമ്മയും ചപ്പാത്തിയാണ് കഴിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് അച്ഛൻ പൊതുവെ ബിരിയാണി ഒന്നും കഴിക്കില്ല. അപ്പോൾ അമ്മയും അച്ഛനും ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ അമ്മൻ്റെ ചപ്പാത്തി ഉണ്ണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ബിരിയാണി വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളിനി നേരെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്, സമയം ഇപ്പോൾ തന്നെ 10 മണി കഴിഞ്ഞു. ഇനി കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം.